സ്റ്റീഫൻ ജോർജ് നമുക്കൊപ്പമുണ്ട്. ശ്രീ സ്റ്റീഫൻ ജോർജ്, ഇന്ന് നിങ്ങളുടെ യോഗം ചേരാനിരിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം. രാജ്യസഭാ സീറ്റ് എന്ന ആവശ്യം മുമ്പ് ഇടതുമുന്നണിയിൽ ഉണ്ടായ ഒരു വാഗ്ദാനമാണോ, അത് വീണ്ടും കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഇതിന് ചർച്ച ചെയ്യാൻ സമയമായില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം ജൂലൈ 1 വരെ ഉണ്ടല്ലോ കാലാവധി. അതിനുശേഷം പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടല്ലേ ഇതിന്റെ ചർച്ച വരേണ്ടതുള്ളൂ. നേരത്തെ തന്നെ ചില മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് വാർത്ത വന്നുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഈ ചർച്ച എടുത്തിട്ടുള്ളത്. എന്തായാലും ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ പറയാം, കേരള കോൺഗ്രസ് എമ്മിന് അവകാശപ്പെട്ടതാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ സിറ്റിംഗ് സീറ്റാണ് ശ്രീ ജോസ് കെ മാണി, ബഹുമാനായ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി MP ആണ് രാജ്യസഭയെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് പോയിട്ടുള്ളത്. ആ നിലയിൽ തീർച്ചയായിട്ടും കേരള കോൺഗ്രസിന് ക്ലെയിമുള്ള സീറ്റ് തന്നെയാണ് ഇക്കാര്യം ഇതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ മുന്നണിയിലേക്ക്, ഇടതു മുന്നണിയിലേക്ക് എത്തുമ്പോൾ ഒരു രാജ്യസഭാ സീറ്റും ഒരു ലോക്സഭാ സീറ്റും അങ്ങനെ ഒരു ധാരണ ഉരുത്തിരിഞ്ഞു വന്നിരുന്നു. അന്ന് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു? ഇല്ല, അന്ന് അങ്ങനെ ധാരണ ഉള്ളത് കൊണ്ടാണല്ലോ അന്ന് നമ്മുടെ സിറ്റിംഗ് ആണല്ലോ സീറ്റ്. അത് രാജിവെച്ചതിന് ശേഷം വീണ്ടും കേരള കോൺഗ്രസ് തന്നെ ഇത് തരാൻ കാരണം അതാണ്. ഞങ്ങൾ മുന്നണി മാറി വരുമ്പോൾ ബഹുമാനായ ശ്രീ ജോസ് കെ മാണി ആ സ്ഥാനം രാജിവെച്ചിരുന്നല്ലോ. അതിലേക്ക് വീണ്ടും ഇടതുപക്ഷ മുന്നണി അത് പരിഗണിക്കാൻ കാരണം അന്ന് ഞങ്ങൾക്ക് നിലവിലുള്ള സീറ്റാണ് എന്നുള്ള രീതിയിലാണല്ലോ. ഒരുപക്ഷെ നിങ്ങളെ ഇടതു മുന്നണിയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന ആലോചന ആയിക്കൂടെ അത്? അതിനപ്പുറം ഇല്ല, അങ്ങനെയല്ലല്ലോ അതിന്റെ സംഭവം. അങ്ങനെയല്ലല്ലോ. അങ്ങനെ ഈ രാജ്യസഭയ്ക്ക് വേണ്ടി അല്ലല്ലോ ഇടതുപക്ഷ മുന്നണിയിലേക്ക് അവർ കൊണ്ടുവരാൻ വേണ്ടി ഓഫറും നൽകിയിട്ടൊന്നുമില്ല. അങ്ങനെയല്ലല്ലോ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം UDFന്റെ കൺവീനർ ശ്രീ ബെന്നി ബെഹനാൻ കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കുന്നു. ഇനി തിരിച്ച് ഒരുപാട് പ്രചരണം കോൺഗ്രസ് നടത്തിയെങ്കിലും സത്യം ഇതാണല്ലോ. അതായത് നിസ്സാരമായ കാര്യത്തിന് വേണ്ടി അന്ന് സെറ്റിൽമെന്റ് ഉണ്ടാകാൻ വേണ്ടി എല്ലാം ആലോചിച്ച് തീരുമാനിച്ചു. ബഹുമാനായ ഉമ്മൻചാണ്ടി സാർ ഇടപെട്ട് അങ്ങനെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ചർച്ച നടക്കുകയും ആ നിലയിലുള്ള ചർച്ചയൊക്കെ നടന്ന സമയത്ത് അപ്രതീക്ഷിതമായാണല്ലോ അന്നത്തെ UDFന്റെ കൺവീനർ ശ്രീ ബെന്നി ബെഹനാൻ ഒരു പത്രസമ്മേളനത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കിയെന്ന് അറിയിക്കുന്നത്. അപ്പോ ഞങ്ങൾക്ക് ഇത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ടി വന്നു. കുറെ നാൾ കൂടി ഞങ്ങൾ കാത്തിരുന്നു. അതിനുശേഷം പല ചർച്ചകൾ നടന്നിട്ടാണല്ലോ LDFിലേക്ക് വന്നല്ല. രാജ്യസഭാ സീറ്റിന്റെ ഏതെങ്കിലും ഒരു നിയമസഭാ സീറ്റിന്റെ ഒന്നും അടിസ്ഥാനത്തിൽ അല്ലല്ലോ, അതിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ മുന്നണി ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയിലേക്ക് വന്നിട്ടുള്ളത്. അത് ന്യായമാവാം. പക്ഷേ ഒരു പുതിയ സാഹചര്യം ഇപ്പൊ ജൂലൈയിലാണെങ്കിൽ കൂടിയും ജൂലൈയിൽ ഒഴിവ് വരുന്ന 3 സീറ്റുകളിൽ 2 മാത്രമേ ഇടതു മുന്നണിക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അതിൽ 2 3 കക്ഷികൾ നിൽക്കുകയാണ്. ഒന്ന് CPM, ഒന്ന് CPI, മറ്റൊന്ന് നിങ്ങൾ കേരള കോൺഗ്രസ് എം. ഇതിൽ 3-ൽ ആർക്ക് പരിഗണന എന്നതാണ് ചോദ്യം. അതിൽ നിങ്ങളുടെ ക്ലെയിമിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അല്ല, അത് ഓരോ പാർട്ടിക്കും അവരുടേതായ നിലപാടുകളുണ്ടല്ലോ. അതിരിക്കട്ടെ, അതല്ല വിഷയം. ഇത് ഉചിതമായ തീരുമാനമെടുത്ത് ഉചിതമായ സമയത്ത് ഉചിതമായി പരിഹരിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പാർട്ടിയാണല്ലോ CPM. തീർച്ചയായിട്ടും മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്ന നിലയിൽ CPM അക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ ഉചിതമായ തീരുമാനം എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിന് ഒരു പരിഗണന നൽകിക്കൊണ്ടുള്ള തീരുമാനം, അതിനപ്പുറത്തേക്ക് കേരള കോൺഗ്രസ് ചിന്തിക്കുന്നില്ല. അല്ല, ഞാൻ ഉചിതമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. കേരള കോൺഗ്രസ് നിലവിലുള്ള സീറ്റാണല്ലോ അത്. അത് നമ്മുടെ പാർട്ടി ചെയർമാൻ പ്രതിനിധീകരിക്കുന്ന സീറ്റ്. അതെ. ഇന്നത്തെ യോഗത്തിൽ സ്വാഭാവികമായും രാജ്യസഭാ സീറ്റ് വിഷയമൊക്കെ ചർച്ചയാവും. കാരണം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ സമയപരിധി എന്നൊക്കെ പറയുന്നത് വേഗത്തിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ ജൂലൈയിൽ ഉണ്ടാവുന്ന ഒഴിവ് സംബന്ധിച്ച ഒരു ചർച്ച ഇപ്പോഴേ തുടങ്ങി വെക്കേണ്ടി വരും. എന്താണ് കേരള കോൺഗ്രസ് ഇന്നത്തെ യോഗത്തിൽ ഇത് സംബന്ധിച്ച് ആലോചന നടത്തുക? ഇന്ന് ഞങ്ങൾ യോഗം വിളിച്ചിരിക്കുന്നത് രാജ്യസഭാ സീറ്റിന്റെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിന്റെ ഒരു അവലോകനം ഗ്രാസ് റൂട്ട് ലെവലിൽ നടന്നു കഴിഞ്ഞു. കേരള കോൺഗ്രസിന്റെ ആയിട്ടും LDFന്റെ ആയിട്ടും പഞ്ചായത്ത് തലത്തിലും നിയമന തലത്തിലും ഒക്കെ അത്തരം അവലോകനങ്ങൾ നടന്നു കഴിഞ്ഞു. അതിന്റെ ഭാഗമായി ഞങ്ങളിന്ന് യോഗം കൂടിയിട്ട് സംസ്ഥാന സെക്രട്ടറി സ്വീകരിക്കാൻ പറ്റിയ യോഗം കൂടി ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് യോഗം വെച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് അവലോകനം എന്ന് പറയുമ്പോൾ ലോക്സഭയിലെ വിജയ സാധ്യതയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കും. ലോക്സഭയിലെ സാഹചര്യങ്ങൾക്ക് തുടർച്ചയായി രാജ്യസഭയിൽ വരുന്ന ഒഴിവുകളും ചിന്തയിലേക്ക് വരും. ഇങ്ങനെ പല രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചിന്തിക്കുമല്ലോ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ചർച്ചയായിരിക്കില്ലല്ലോ. അതെ, അതെല്ലാം വരും. അത് പൊതുവെ കമ്മിറ്റി കൂടുമ്പോൾ അങ്ങനെ പല ആളുകളും പല അഭിപ്രായങ്ങൾ വരും. അതിനെക്കുറിച്ച് ചർച്ചയുണ്ട്. അതൊക്കെ സ്വാഭാവികമാണല്ലോ. ഇത് രണ്ടാണല്ലോ. രാജ്യസഭയും ലോക്സഭയും 2ആണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പും രാജ്യസഭ തെരഞ്ഞെടുപ്പും 2 കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ആ നിലയിൽ പാർട്ടി കാണും. ഈ നിലവിൽ ഈ രാജ്യസഭാംഗമായിട്ടാണ് പാർട്ടി ചെയർമാൻ പാർലമെന്റിൽ എത്തിയിരിക്കുന്നത്.
ഇനിയൊരു ലോക്സഭയിൽ ഇനിയിപ്പം ഒഴിവുകളോ തെരഞ്ഞെടുപ്പുകളോ സമീപകാലത്തില്ല, അതല്ലെങ്കിൽ നിയമസഭ എന്നൊരു ഓപ്ഷനാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി നടക്കണമെങ്കിൽ 2 വർഷത്തിലധികം കാലാവധി ഉണ്ട് താനും. ആ ഒരു സാഹചര്യത്തിൽ പാർട്ടി അധ്യക്ഷനെ തന്നെ വീണ്ടും പാർലമെന്റിലേക്ക് എന്നൊരു പരിഗണനയിലാണോ രാജ്യസഭാ സീറ്റ് എന്ന ആവശ്യം കേരള കോൺഗ്രസ് വീണ്ടും ഉന്നയിക്കുക? അല്ല, അതെല്ലാം ഉചിതമായ സമയത്ത് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കുമല്ലോ. അതിപ്പോഴേ കയറി ഞാനിങ്ങനെ ഒരു ചാനൽ ചർച്ചയിൽ പരസ്യമായിട്ട് പറയാൻ പാടുള്ള കാര്യമല്ലല്ലോ. പാർട്ടിയെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങൾ പാർട്ടി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കാറുണ്ട് എല്ലാ കാലത്തും. അതുപോലെ തന്നെ ചെയ്യും, ഇത്തവണ ചെയ്യും. അക്കാര്യത്തിനൊന്നും തർക്കമില്ല. അക്കാര്യത്തിനൊന്നും ദൈവം സാധിച്ചു തർക്കമില്ലാത്ത പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അതാണ് എന്റെ ഒരു കേരള കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. നിങ്ങളുടെ പാർട്ടിയിൽ വലിയ രഹസ്യങ്ങളൊന്നും സൂക്ഷിക്കുന്ന പാർട്ടിയല്ല. അത് മാധ്യമങ്ങളുമായും പൊതുജനങ്ങളുമായും ഒക്കെ പങ്കുവയ്ക്കുന്ന പാർട്ടി കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. എന്തായാലും CPM നേതൃത്വം ഈ വിഷയത്തിൽ ഏറ്റവും അനുകൂലമായൊരു തീരുമാനം നിങ്ങൾക്ക് ഉണ്ടാകും, അങ്ങനെ തന്നെ കരുതുകയാണ് അല്ലേ? 100%. യെസ്. എന്തായാലും സ്റ്റീഫൻ ജോർജ് എന്തായാലും പ്രതികരിച്ചു തരാം.